ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ ബാങ്ക് പലിശയും എഫ് ഡി ഇൻട്രസ്റ്റും ഷെയർ ട്രേഡിങ്ങും ഡിവിഡൻഡും ടി ഡി എസും എല്ലാം ഒരു മൊബൈൽ ആപ്പിൽ കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ. ഇനി ഇൻകം ടാക്സ് പോർട്ടലിൽ ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങളുടെ മൊത്ത സാമ്പത്തിക വിവരങ്ങളും ഒരു മൊബൈൽ ആപ്പിലൂടെ പരിശോധിക്കാം. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരു പുതിയ മൊബൈൽ ആപ്പ് ഇതിനു വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് AIS ഫോർ ടാക്സ് പെയർ ആപ്പ്. പലർക്കും ഇപ്പോഴും AIS എന്താണെന്ന് പോലും വ്യക്തമല്ല. AIS എന്നാൽ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ്. അതായത് നിങ്ങളുടെ പാൻ നമ്പറുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്ന സാമ്പത്തിക വിവരങ്ങൾ തരുന്ന ഒരു വലിയ സ്റ്റേറ്റ്മെന്റ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ്, FD ഇൻട്രസ്റ്റ്, ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്, അതേപോലുള്ള മറ്റെല്ലാ വിവരങ്ങളും ഇൻക്ലൂഡിംഗ് നിങ്ങളുടെ GST റിട്ടേണിൽ കാണിച്ചിട്ടുള്ള ടേൺ ഓവർ വരെ ഈ ഒരു AIS-ൽ വ്യക്തമായി കാണാം. മുൻപ് ഇതെല്ലാം വെരിഫൈ ചെയ്യാനായി ഇൻകം ടാക്സ് ഫയലിംഗ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ പലർക്കും പാസ്വേഡ് ഓർമ്മയുണ്ടാവില്ല, ലോഗിൻ ഇഷ്യൂസ് ഉണ്ടാവാം, സൈറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ഈ വിവരങ്ങളെല്ലാം ഒരു മൊബൈൽ ആപ്പിൽ ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഈ ആപ്പ് വെറും വിവരങ്ങൾ കാണിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ AIS-ൽ തെറ്റായ ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു ഫീഡ്ബാക്ക് കൊടുത്ത് കറക്റ്റ് ചെയ്യാനും പറ്റും. പല സാഹചര്യങ്ങളിലും നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡാറ്റയും AIS-ൽ വന്ന ഡാറ്റയിലും തമ്മിലുള്ള മിസ്മാച്ച് കാരണമാണ് നോട്ടീസ് ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്വന്തമല്ലാത്ത FD ഇൻട്രസ്റ്റ് കാണിച്ചാൽ, ഡ്യൂപ്ലിക്കേറ്റ് ട്രാൻസാക്ഷൻ വന്നാൽ, അല്ലെങ്കിൽ തെറ്റായ ഒരു TDS എൻട്രി ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ ഫീഡ്ബാക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ITR ഫയൽ ചെയ്യുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. ഇനി ആപ്പ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് AIS ഫോർ ടാക്സ് പെയർ എന്ന് സെർച്ച് ചെയ്യുക. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒഫീഷ്യൽ എംപ്ലം ഉള്ള ആപ്പ് തന്നെയാണോ എന്ന് ഉറപ്പിക്കണം. ശേഷം പാൻ നമ്പർ നൽകുക, നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഇമെയിലും കൊടുക്കണം. അതിനുശേഷം MPIN നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു OTP വരും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പ് റെഡിയായി യൂസ് ചെയ്യാനായിട്ട്. സോ ഈ ആപ്പ് ഉപയോഗിച്ച് എല്ലാവരും കൃത്യമായ വിവരങ്ങൾ അറിയുകയും തെറ്റായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാനും ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.